റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചു. 0.25% റിപ്പോ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക്. ഭവന വാഹന വായ്പ പലിശ നിരക്ക് കുറയും. പലിശ നിരക്ക് കുറയ്ക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. വിവരങ്ങളുമായി പ്രേംലാൽ ചേരുന്നു. പ്രേംലാൽ, എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര റിപ്പോ നിരക്ക് ബേസിസ് പോയിന്റ് കുറച്ച് 6% പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശയിൽ ഇളവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സ്ഥിര നിക്ഷേപ പലിശയും ആനുപാതികമായി കുറയും. ഈ സാമ്പത്തിക വർഷത്തിൽ ഘട്ടംഘട്ടമായി പലിശ കുറച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. റിപ്പോ നിരക്ക് കുറച്ചതോടെ വായ്പ എടുക്കുന്നവർക്ക് ഉടൻ തന്നെ EMI കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനം ഏകകണ്ഠമാണെന്ന് ഗവർണർ പ്രഖ്യാപിച്ചു. മിക്ക സാമ്പത്തിക വിദഗ്ധരും മാർക്കറ്റ് വിദഗ്ധരും റിപ്പോ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രവചിച്ചിരുന്നു. നിലവിലെ റിപ്പോ നിരക്ക് 6.25%. ഫെബ്രുവരി 2025 ധനനയ അവലോകനത്തിലാണ് MPC അവസാനമായി പലിശ നിരക്കിൽ റിപ്പോ നിരക്കിൽ കുറവ് കാണിച്ചത്. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളിലുണ്ടായ മാറ്റം, പ്രത്യേകിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന സാമ്പത്തിക വ്യവസ്ഥകൾക്കെതിരെ പരസ്പര താരിഫുകൾ ആഗോള വളർച്ചയുടെ ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഇളവ് കിട്ടിയിരിക്കുന്നത്. ഈ അനിശ്ചിതങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകളെ കുറിച്ചുള്ള RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ പ്രഖ്യാപനത്തെ രാജ്യവും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കിയിരുന്നത്. അമേരിക്കയുടെ തിരിച്ചടി തീരുവ പ്രാബല്യത്തിലായതിനു പിന്നാലെയാണ് റിസർവ് ബാങ്കിന്റെ പുതിയ പണനയത്തെക്കുറിച്ചുള്ള യോഗം ഇന്ന് നടന്നത്. വിപണിയിൽ പണലഭ്യത കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് ഗവർണർ പറഞ്ഞു. രാജ്യത്ത് പണപ്പെരുപ്പം കുറഞ്ഞു വരുന്നത് അനുകൂല ഘടകമായി കാണാം. ആഗോളതലത്തിലെ നികുതി ഭീഷണിയെ മറികടക്കാൻ മാറ്റം അനിവാര്യമാണെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. തീർച്ചയായും പ്രേംലാലാണ് വിവരങ്ങൾ നൽകിയത്.